ഈ ഒരു പേപ്പറിന് 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് വരുന്നുണ്ട്. ഈ പേപ്പറിന് നറുക്കെടുക്കാൻ നോക്കിയത് ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാരും പാടഞ്ച പച്ചർച്ചിന്നു ഞാൻ പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തായാലും ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചുകാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിക്കാണ് അത് തൊയഞ്ഞെടുത്തു. ചങ്ങായിമാരെ കടലാസമ്മ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തിയെ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ. അത് അതേമാതിരി നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചു ചെയ്തിട്ടുണ്ട്. ഇപ്പോഴതാക്കണം ആ ലൈവാണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് 1, 2 10, 20, 30 ടിക്കറ്റ് എടുത്ത അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. 100 കണക്കിന് ജനങ്ങൾ അവിടെ ഓല മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി. പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ലായിരുന്നു. ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക 2ാമത് ഇതാക്കി. പിന്നെ ഇങ്ങനെയായിട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ്. ഞാൻ ശരിക്കും നോക്കുമ്പോ അതിന്റെ അടി ആ ഗ്ലാസ്മക്ക് വരെ വെച്ച് തട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത്. അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണ എടുക്കാനല്ലേ ഞാൻ നോക്കുള്ളൂ. അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി, ആൾക്കാരെ പറ്റിച്ചോനായി. എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു. ഒരുപാട് പൈസ ഇട്ട് കുഞ്ഞാൻ മുങ്ങി. ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത്, ഓർക്ക് പറയാൻ ന്യായമില്ല, വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ച് പറയാനുള്ളത് ഞങ്ങളോട് പറയണം. ആദ്യം തന്നെ പറയാണ്, തെറിക്കമന്റുകൾ ഇട്ടോളി. അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിൽ എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല. ഒരാളെ മുതൽ അർഹതപ്പെടാത്ത മുതൽ ഞാനും മക്കളും തിന്നിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറയാം, അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു, നറുക്കെടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട്. കാരണം ഞാൻ അത് തന്നെ പറയാണ്, ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇന്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. ഇന്നെ കൊണ്ട് പറ്റൂല. അത് നിങ്ങൾ നമ്മളെ നാട്ടിൽ വന്നാണ്, ഇവിടുത്തെ ഗസ്റ്റാണ്. അപ്പൊ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറുക്കെടുത്തത്. പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണലിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാൻ എന്റെ വീഡിയോ കണ്ടാണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്താണ് കാരണം എന്നില്ല, ജന്നെ വെളിപ്പെടുത്തണം, ഫുള്ള് സത്യം പുറത്തു വരണം. അപ്പൊ നിങ്ങളിലേറെ ആഗ്രഹം എനിക്കത് പുറത്ത് കൊണ്ടുവരാനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാളെ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകുന്നുണ്ട്. എന്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇന്റെ കൂടെ ഒപ്പം പോരാ. കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ മാത്രമൊന്നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ നമ്പർ 1 യൂട്യൂബറായ നമ്മളെ കേൽബ്രോ ബിജു ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ നമ്മളെ ഇവൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പാട്ടുകാരിയാണ് ഈ കുട്ടി, ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാരാന്ന് എനിക്കറിയില്ല, ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ. ഒക്കെ നിങ്ങൾ കണ്ടോളി. ഞാൻ മാത്രമൊന്നല്ല ഇത് വീഡിയോ ചെയ്തിരിക്കുന്നത്, ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്തിരിക്കുന്നത്. നറുക്കെടുപ്പിന്റെ അമ്മ ഇജ്ജ് മാത്രം എന്തുകൊണ്ട് പോയി, എന്തുകൊണ്ട് വീഡിയോ ചെയ്തു? ഇജ്ജ് മാത്രമൊന്നുമല്ലല്ലോ വീഡിയോ ചെയ്തിരിക്കുന്നത്, വേറെയും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ കേൽബ്രോ ബിജു ചെയ്തിട്ടുണ്ട്, അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റെ തന്നെ കുറെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നാസർഖാനോട് എന്താ നാസർഖാങ്ങൾ ഓലൊക്കെ വിളിക്കായിരുന്നു, ഇജ്ജ് തുടക്കം മുതൽ അവസാനം വരെ എന്റെ പണ്ടല്ലോ. അപ്പൊ ഇനി ഒക്കെപ്പാടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അന്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. ഞാനൊരു നിശ്ചിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇത് ഇയാളെ അജഭാവം തോന്നിക്കാണ്ട് എന്താട്ടി ഞാന് അവസാനം മുതൽ വരെ നിന്ന്, കാരണം നിങ്ങളെ മുന്നിക്ക് ലൈവ് ഇടുന്നതും നറുക്കെടുക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചത് അവസാനം ഇഞ്ച പെരടിക്കാണ് അതൊക്കെ വന്നു പോണത്. നിരന്തരം ഞാൻ എന്താ പറയണത്. അപ്പോ ഓലെല്ലാരെ വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ എന്തായി, എല്ലാം ഇഞ്ച പെരടിക്ക് വന്നു. ഇപ്പൊ ഞാനാണ് തെറ്റുകാരൻ. ഇപ്പൊ നാസറാക്കൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ഞാന് ഇത് തുടക്കം മുതൽ അവസാനം വരെ നാസർഖാന്റെ ഒപ്പം നിന്നിട്ടുണ്ട്. നിൽക്കാനുള്ള കാരണം പറഞ്ഞാൽ അയാളൊരു സാധു മനുഷ്യനാണ്, പച്ചപ്പാവം തന്നെ പറയാം. കാരണം മനുഷ്യന്റെ ഉള്ളെടുക്കാനൊന്നും നമുക്കല്ല, കണ്ടൊരു ഇതിലുണ്ടാവുമല്ലോ ആളെങ്ങനത്തെ ആളാണ്, എന്താണ് അഞ്ചൊത്ത് നിസ്കാരവും കാര്യങ്ങളും ആ നാട്ടില് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിമ്പാടെയാണ് ഇയാള്. അപ്പോ ഞാന് നാസർഖാനോട് പറഞ്ഞു, ഇത് ശരിക്കും ടിക്കറ്റ് പറഞ്ഞാൽ 15,000 ടിക്കറ്റാണ് ആദ്യം അടിച്ചത്. പിന്നെ എന്തായാലും 10,000 ടിക്കറ്റ് വേറെ അടിച്ചു. ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 8,300 ചില്ലാന ടിക്കറ്റാണ് പേയിക്കണത്. അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് 22,000
പിന്നെ നമ്പർ കാണുന്നുണ്ട്, അതൊക്കെ എങ്ങനെ വെച്ചു. ഇത് പറഞ്ഞല്ലോ, ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു. അതേപോലെ ഓരോ സ്ഥാപനത്തില്, കടകളില്, അവിടുത്തെ നാട്ടുകാരെ കയ്യിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നറുക്കെടുക്കണീന്റെ ഒരു അരമണിക്കൂർ വരെ 5 മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ഒക്കെ നമ്മൾ ചിന്തിയാണ്ടായി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രൊമോഷൻ ചെയ്ത് തന്നെയാണ്, ഞാൻ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇതേപോലെ ഇപ്പൊ ഞാൻ കാണിച്ചത് യൂട്യൂബർമാരൊക്കെ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അവസാനം വന്നത് ഇഞ്ച പെരടിയിൽ. ഇപ്പൊ എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെ പേരിലാണ് ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളുള്ളത്. വയനാടിലെ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പ്രൈസ് അടിച്ചത്. അപ്പൊ ഈ വയനാടിലെ ഷാഫി നാസർ ഖാന്റെ മകനും തമ്മിൽ പിന്നെ കണക്ഷൻസ് ഉണ്ട്, സുഹൃത്തുക്കളാണ്. അതേപോലെ നാസർ ഖാന്റെ ഭാര്യ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട്. അപ്പൊ ഞാൻ നാസർ ഖാക്ക് എന്ന് വിളിച്ചു. നാസർ ഖാക്ക് വിളിച്ചാണ്ട് നാസർ ഖാനെ വിളിച്ചു, അല്ല നാസർ ഖാ, നിങ്ങളെ ശരിക്കും നിങ്ങളെ പെണ്ണുങ്ങളെ പേര് എവിടെയാണ് വെച്ചു. ഇതൊന്നും വെച്ച് ചോദിച്ചേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളോട് പറയുന്നത് എന്താ, ഒരുപാട് വീഡിയോ വരികയുള്ളൂ. അപ്പൊ കുടുംബകാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ ഇതിൽ എടുത്തിടുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പൊ നാസർക്ക് എന്നോട് പറഞ്ഞത്, എടാ എന്റെ ഭാര്യ വീട് കണ്ണൂര് ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ഭാര്യ വീട്. അപ്പൊ മക്കൾ എത്രയാണെന്നല്ലേ വെച്ചാല്, കാരണം ഞാൻ ആ പെരയിൽ നിന്നുകൊണ്ട് 3 മക്കളാണ്, മക്കളാണുള്ളത്. 2 ടിപ്പർ ലോറിയിലാണ് പോണത്. അതേപോലെ 1 ബാംഗ്ലൂർ യൂബർ ഓടിക്കാണ്. കാരണം ഞാൻ ആ മക്കളെ ഞാൻ 2 ദിവസം എന്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയണ എന്താ അറിയോ, കാരണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് തലയിൽ കയറൂല. കാരണം എന്താണ്, ഇപ്പൊ ഞാൻ കള്ളനാണ്, ആ ഒരു പേരിലാണ് നിൽക്കുന്നത്. ഒരാളെ കുടുംബചരിത്രം മൊത്തം ഇനി വിളിച്ചു പറഞ്ഞാലും നിങ്ങളിത് വിശ്വസിച്ചൂല. എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട്. ഇഞ്ച കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണമെന്നുണ്ടെങ്കിൽ, ഏത് വ്ളോഗേഴ്സിനും പോരണമെന്നുണ്ടെങ്കിൽ ഇഞ്ച കൂടെ നിങ്ങൾക്ക് പോരാ. കാരണം ഈ സാഫിന്റെ പെരി പോയി കണ്ട് തന്നെ എന്താ ഏതാന്നില്ല അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അത് അറിയാത്ത കാര്യം എന്നുകൊണ്ടാണ് ഇത്രയും ഓപ്പൺ ആയിട്ട് ഞാൻ പറയണത്. അല്ല, ഞാൻ ഇത് പറ്റിച്ചേണ്ട ആവശ്യം എന്താ വെച്ചാൽ കാര്യം പറയാനുള്ളത്, ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജനൂനാണ് എന്നുള്ളത്. നേരെ മറിച്ച് ഇപ്പൊ നാസറാക്കിയാണ് എടുത്തിക്കണത്, ഇനിയിപ്പോ നിങ്ങൾ വിവാദം ഉണ്ടാക്കിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനത് അന്വേഷിക്കേണ്ട ബാധ്യസ്ഥരാണ്. പിന്നെ ഇങ്ങനൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതിന്റെ വൈത്താരെ ഇനി കൊണ്ട്. കാരണം എന്താ, ഈ കള്ളെന്നുള്ള പേര് വേറെ ഒരുപാട് വിവാദത്തിലും കാര്യങ്ങളിലും ഞാൻ പെട്ടിട്ടുണ്ട്. ഇന്നേ വരെ 8-9 കൊല്ലം സോഷ്യൽ മീഡിയയിൽ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പേര് ദോഷം എനിക്ക് വന്നിട്ടില്ല. അത് വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കൂല. ഇഞ്ച നിരപരാധിത്വം തെളിയിക്കേണ്ടത് അത് ഇഞ്ച ആവശ്യമാണ്. അതിനും വേണ്ടി ഞാൻ ഏത് അറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറയാണ്, ഈ വീഡിയോ കാണാതെ നിങ്ങൾ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഈ ഒരു പേപ്പറിന് 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് എടുക്കുന്നുണ്ട്. ഈ പേപ്പറിന് എടുക്കട്ടെ.